ഈ പ്രകൃതി ഉണ്ടാക്കി തന്നിരിക്കുന്ന ദേഹം നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം. കാരണം നമുക്ക് അറിയാവുന്നതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ അറിയാൻ പാടില്ലാത്തതിനെ കുറിച്ചൊന്ന് അകത്തേക്ക് തിരിയാൻ വേണ്ടി. നമ്മുടെ ഈ ദേഹത്തെ കുറിച്ച് നമ്മളൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിയാൽ മതി, വലുതായിട്ടൊന്നും മനസ്സിലാക്കണ്ട. മനുഷ്യന് ഇന്നൊരു തരം ഭ്രാന്ത. ഈ സയൻസ് പറയുന്നുണ്ട് ഇതിന്റെ മൂലകങ്ങൾ അല്ലെങ്കിൽ മൂലഘടകങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളൊരു ഇലക്ട്രോൺ ദൃഷ്ടി വെച്ച് നോക്കിയാൽ എല്ലാം ഇലക്ട്രോണായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ദൈവഗണം അന്വേഷിക്കുന്നുണ്ട്, അതായത് ഏറ്റവും സൂക്ഷ്മമായ കണമാണ്. അതിനാണ് ഭാരതം പറയുന്നത് ബ്രഹ്മം. പ്രപഞ്ചത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ഒരു തലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ സൂക്ഷ്മ തലങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ ഭേദചിന്തയെല്ലാം വെറും വിവരമില്ലായ്മയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കറുത്തവൻ, വെളുത്തവൻ, അവർണൻ, സവർണൻ, വിരൂപൻ, സുന്ദരൻ, എന്തെല്ലാം മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഈ ഭ്രാന്താണ് ലോകത്തെ നരകമാക്കി തീർത്തത്. ഈ ഭ്രാന്തൻ ചിന്തകൾ, ഇതെല്ലാം ഭ്രാന്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. സാധാരണ അജ്ഞാനമല്ല ഇപ്പോ, അതൊക്കെ കടന്നുപോയി. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് മോഷണമൊക്കെ നടന്നിരുന്നു. എന്തു മോഷ്ടിക്കുമായിരുന്നു? ഒരു കായിന്റെ കൊല മോഷ്ടിക്കും, അല്ലെങ്കിൽ കുറച്ച് വാഴയില മോഷ്ടിക്കുമായിരുന്നു. വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഹൈടെക് മോഷണമായി. ഇനി മോഷ്ടാവാകത്ത് വരുന്ന പണ്ട് നമ്മൾ എഴുന്നേറ്റാൽ മോഷ്ടാവ് ഓടുമായിരുന്നു. പക്ഷെ ഇപ്പൊ മോഷ്ടാവ് ഓടില്ല എന്ന് മാത്രമല്ല, നമ്മൾ കൊന്നുകളയും. കൊല്ലാനൊരു മടിയുമില്ല. വികാരങ്ങൾ മനുഷ്യനുണ്ടായിരുന്നു. ആ വികാരങ്ങൾ തെറ്റായ വഴിക്ക് പോകുമ്പോഴാണ് വേറെ ചില വ്യഭിചാരത്തിലേക്കൊക്കെ നമ്മൾ പോകും. അത് വേറെ പലതിലേക്കും പോകാറുണ്ട്. പക്ഷേ പലര് ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ക്രൂരമായിട്ട് കൊല്ലുക എന്ന് പറയുമ്പോഴോ ഭ്രാന്താണ്. ഇന്ന് ഭ്രാന്ത് ലോകത്ത് വ്യാപിച്ചിരിക്കുകയാണ്. ഭ്രാന്താലയമായി തീർന്നിരിക്കുകയാണ് ഈ ഭൂമി. അപ്പൊ ഈശ്വരൻ നമുക്ക് എന്തിനാ അറിവ് നൽകുന്നത്? നമ്മുടെ മനസ്സിനെ ഈ വക വിക്ഷുപ്തമായ വിഷലിപ്തമായ ചിന്തകളിൽ നിന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ബാഹ്യമായ തലത്തിൽ പോലും, പ്രകൃതിയുടെ തലത്തിൽ പോലും നമ്മളെല്ലാവരും ഒരേ ഭൂമിയുടെ മക്കളാണ് എന്ന ഒരു ബോധ്യം വരണം. ഗീത ആരാണ് ജ്ഞാനി എന്ന് പറയുന്നു. വിഭജിക്കപ്പെട്ടിരിക്കുന്നതിൽ ഏകമായ വസ്തുവിനെ കാണുന്നവനാണ് ജ്ഞാനി. എന്റെ ശരീരം, നിന്റെ ശരീരം, നമ്മുടെ ശരീരം, കറുത്തവന്റെ ശരീരം, വെളുത്തവന്റെ ശരീരം, മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു, ഇന്ത്യ, പാകിസ്ഥാൻ, ഇവിടെയൊക്കെ മനുഷ്യരാണ്. ഈ മനുഷ്യരെ എല്ലാം നമ്മൾ എവിടെയോ കമ്പാർട്ട്മെന്റുകളിലാക്കി, കോളങ്ങളിലാക്കി, എന്നിട്ട് എന്തിന്റെയോ പേരിൽ നമ്മൾ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മോപദേശ ശതകത്തിൽ ഒരു മനോഹരമായ 4 വരികളുണ്ട്. കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടൻ ഏറി ഉയർന്നമർന്നിടുന്നു, മുടിവിതിനെങ്ങിതു ഹന്ത മൂലസംവിത് കടലിൽ അജസ്രവം ഉള്ള കർമ്മം അത്രേ. കടലിൽ എന്തോരം തിരകളുണ്ടാകുന്നു. കടലിൽ തിരകള് ഇങ്ങനെ അനാദിയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് മുതൽ തുടങ്ങി നമുക്ക് പറയാൻ പറ്റില്ല. കടലിൽ അനാദിയായി കോടാനുകോടി തിരകൾ ഉണ്ടാകുന്നു. ഈ തിരകൾ കടലിൽ എഴും തിര പോലെ, ഈ തിരകള് കടലിൽ നിന്നും ഉയർന്ന് അത് കടലിലേക്ക് അമരുന്നു. അതുപോലെ മൂലസംവിത് കടലിൽ അജസ്രവമുള്ള കർമ്മമത്രേ. ഈ കായങ്ങള്, ദേഹങ്ങളെല്ലാം ഈ പ്രകൃതിയിൽ നിന്നും ഉണ്ടായി അത് ഈ പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. ദൈവമേ, ഇത് എവിടെ നിന്ന് തുടങ്ങി ഈ പ്രക്രിയ എന്നൊരു അത്ഭുതപ്പെടലാണ്. നോക്കൂ, കടലിലെ 2 തിരകൾ തമ്മിലേ ഞാനും നീ എന്ന് പറഞ്ഞ് ഗുസ്തി കൂടിയാലോ? കടലമ്മയ്ക്ക് ചിരി വരും, അല്ലെങ്കിൽ കരച്ചിൽ വരും. കാര്യം രണ്ടും എന്റെ മക്കളാണ്, ഇവരെന്തിനാ തല്ലുകൂടുന്നത്? അപ്പോ 2 തിരകളും ഒരു കടലിൽ നിന്നും വന്നതുപോലെ ഈ ഭൂമിയിലെ എല്ലാ ശരീരങ്ങളും എവിടെ നിന്ന് വന്നു? 2 ഭൂമി ഇല്ല, ഒരു ഭൂമിയിൽ നിന്നും, ഒരേ പ്രകൃതിയിൽ നിന്നും വന്നതാണ് ഇന്ന് അടിച്ച് മരിക്കാൻ നിൽക്കുന്ന ദേഹങ്ങൾ. ഈ യുദ്ധക്കളത്തിലെ എല്ലാവരും അടിച്ചു മരിക്കാൻ നിൽക്കുമ്പോൾ ഭഗവാൻ അർജുനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അർജുന, ഈ ദേഹങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? ഈ ദേഹങ്ങളെല്ലാം അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു. എല്ലാ ദേഹങ്ങളും അമ്മമാരുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. സമ്മതിച്ചു അർജുന? സമ്മതിക്കാതിരിക്കാൻ കാര്യമില്ലല്ലോ ഭഗവാന്, സത്യം അതല്ലേ. ഈ അമ്മയുടെ ഗർഭത്തിൽ അതെങ്ങനെ വന്നു അർജുന? അത് അച്ഛന്റെ ബീജത്തിൽ നിന്ന് വന്നു. അന്ന് അച്ഛന്ന് പറയാൻ പറ്റുമായിരുന്നു? ഇല്ല, അച്ഛന്ന് നമുക്കൊന്നും അന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാനില്ലായിരുന്നല്ലോ.
ലളിതമായ ചില കാര്യങ്ങൾ, ഒരു പുരുഷന്റെ ബീജവും ഒരു സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്നു. നമ്മൾ തീരുമാനിച്ചാണ്, അല്ല, പ്രപഞ്ചത്തിൽ ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥയ്ക്ക് അനുസരിച്ച് ഒരു പുരുഷ ബീജവും ഒരു സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്ന് എത്ര കോടി ബീജങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണമായി ചേർന്ന് അമ്മയുടെ ഗർഭത്തിലെ രൂപം പൂണ്ടു. ഇന്ന് ഞാനും നീയൊന്നും പറഞ്ഞ് അടിച്ചു മരിക്കേണ്ട ദേഹങ്ങൾ നിൽക്കുമ്പോൾ ഈ രണ്ട് ദേഹങ്ങളുടെയും ഉറവിടമാണ് ഈശ്വരൻ നമ്മളോട് പറയുന്നത്. അർജുന, ഈ അമ്മയുടെ ഗർഭത്തിൽ എങ്ങനെ ഈ ഭ്രൂണം വലുതായി? അമ്മമാര് കഴിച്ച ആഹാരം കൊണ്ട്. ശരീരം അന്നമയം നമ്മൾ പറയാറില്ലേ? അമ്മമാര് കഴിച്ച ആഹാരം കൊണ്ടല്ലേ ഭ്രൂണം വലുതായത്. ഈശ്വരൻ നമുക്കിതിൽ സാവകാശമൊക്കെ നൽകുന്നുണ്ട് ചിന്തിക്കാൻ. അർജുന, ഈ അമ്മമാര് എവിടെ നിന്ന് ആഹാരം എടുത്തു? അമ്മമാര് ആഹാരം എടുത്തത് ഭൂമിയിൽ നിന്ന്. രണ്ട് ഭൂമിയുണ്ടോ അർജുന? ഇല്ല. അപ്പോൾ ഈ ലോകത്തുള്ള സകല അമ്മമാരും എവിടെ നിന്നാണ് ആഹാരം എടുത്തത്? ഒരേ ഭൂമിയിൽ നിന്ന്. അതുകൊണ്ട് ഭൂമി നമ്മൾ എന്ത് പറയും? ഭൂമി നമുക്ക് അമ്മയാണ്. എല്ലാ അമ്മമാരുടെയും അമ്മയാണ് ഭൂമി. ആ ഭൂമിയാണ് നമ്മൾ ഇന്ന് കഷ്ടപ്പെടുത്തിയെന്ന് ആലോചിച്ചോളണം. ഭൂമി ദേവി, ഭൂമി മാതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭൂമിയെ നമ്മൾ മാലിന്യ കൂമ്പാരമാക്കി ഭൂമിയെ നമ്മൾ വലിച്ചു പറിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ വിഷയം. അപ്പോൾ എല്ലാ അമ്മമാരും ഭൂമിയിൽ നിന്നാണ് ആഹാരം എടുത്തത്. സമ്മതിച്ചു അർജുന? സമ്മതിച്ചു. അത് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ പേരുണ്ടായിരുന്നു അർജുന? പേരില്ലായിരുന്നു. നീയാണോ നിനക്ക് പേരിട്ടത്? അല്ല. ആര്? നമ്മുടെ പേരെന്നിട്ടത് നമ്മളല്ല. നമ്മൾ പുരുഷനാണോ സ്ത്രീയാണെന്ന് തീരുമാനിച്ചത് നമ്മളല്ല. നമ്മുടെ നിറം, തൊലിയുടെ നിറം ഉണ്ടല്ലോ, അത് കറുത്തതാണോ വെളുത്താണോ തീരുമാനിച്ചത് നമ്മളല്ല. ഒന്നും നമ്മൾ തീരുമാനിച്ചതല്ല. ഇതിന് പേരിട്ടു. നമ്മൾ സാധാരണ 28ാമത്തെ നാളിലാണ് പേരിടുന്നത്. പേരിട്ടു. അർജുന, അവിടെ മുതൽ വലുതാകാൻ തുടങ്ങിയല്ലോ. ഇപ്പോഴല്ലേ നിനക്ക് ഇത്തിരി ബലം. കുഞ്ഞുനാളിൽ നമുക്ക് ശത്രുവിന്റെ മിത്രത്വം തിരിച്ചറിയാമായിരുന്നു. അന്നും നമ്മൾ രക്ഷപ്പെട്ടെങ്കിൽ പ്രപഞ്ചത്തിൽ നമ്മളെ രക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളും. അപ്പൊ ഈ ശരീരങ്ങളെല്ലാം എങ്ങനെ വലുതായി അർജുന? ഒരേ ഭൂമിയിൽ നിന്നെടുത്ത ആഹാരം, ഒരേ ഭൂമിയിൽ നിന്നെടുത്ത വെള്ളം, ഒരേ സൂര്യന്റെ പ്രകാശം, ഒരേ വായുവിന്റെ ശ്വസനം, ഒരേ പ്രകൃതിയിൽ നിന്നും. പ്രപഞ്ചം 5ആയിട്ട് പിരിഞ്ഞു എന്നാ പറയുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. വായു 2ആണ്, ഭൂമി 2ആണ്, വെള്ളം 2ആണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. തണ്ണീർന്നോ അല്ലെങ്കിൽ വെള്ളമെന്നോ പാനിയെന്നോ വാട്ടർ എന്നോ പറയാൻ പറ്റും. പക്ഷേ 2 വെള്ളം ഇല്ല, 2 വായു ഇല്ല, 2 ഭൂമി ഇല്ല, 2 സൂര്യൻ ഇല്ല. അപ്പോൾ അർജുന, ഈ അടിച്ചു മരിക്കാൻ നിൽക്കുന്ന ദേഹങ്ങളെല്ലാം ആരുടെ സന്തതികളാണ്? കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടൻ ഏറി ഉയർന്നമർന്നിടുന്നു. കടലിൽ തിരകൾ ഉണ്ടാകുന്നത് പോലെ ഈ കായങ്ങളെല്ലാം, ഈ ദേഹങ്ങളെല്ലാം ഉണ്ടായത് ഒരേ പ്രകൃതിയിൽ നിന്നാണ്. അതെവിടേക്കാണ് അമരേണ്ടത്? ആയുസ് പൂർത്തിയാകുമ്പോൾ അതെല്ലാം ഈ കടലിലേക്ക് തന്നെ, ഈ പ്രകൃതിയുടെ കടലിലേക്ക് തന്നെ ചേരും. അർജുന, അപ്പോൾ ഈ ഭേദചിന്ത, കറുത്തവനും വെളുത്തവനെന്നും പറഞ്ഞ്, ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ്, ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞുള്ള ഭേദചിന്തകൾ അർജുന, അത് ബോധത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വബോധത്തിൽ, സുബോധത്തിൽ ഇതൊന്നും നിലനിൽക്കുന്നതല്ല. നമ്മുടെ ഈ അന്ധനായിപ്പോയി, ധൃതരാഷ്ട്രനായിപ്പോയി നമ്മളെല്ലാം. മാമക പാണ്ഡവാസ് ചെയ്യുക, എൻ്റെ ആൾക്കാരും അവന്റെ ആൾക്കാരും. ഇത് സത്യമല്ല. ഇത് സത്യമല്ലാത്തത് കൊണ്ട് ധർമ്മവുമില്ല. അപ്പോൾ പ്രകൃതിയുടെ തലത്തിൽ നോക്കുകയാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നിൻ്റേതാണ്. ഈ ഒരു ബോധത്തോടുകൂടി ആ സനാതനമായ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ വേദപ്രാർത്ഥനയും പ്രായോഗികമാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഗീതാ ജ്ഞാനത്തിന്റെ ആവശ്യകത ഉണ്ട്. അമൃതം ചെയ്തോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുദിച്ചു, അനങ്കരൂപം
അനുപമരൂപം അഴലകറ്റുമാ പുന്തിവ്യരൂപം അമൃതം ചെയ്തോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുദിച്ചു അനങ്കരൂപം അനുപമരൂപം അഴലകറ്റുമാ പുന്തിവ്യരൂപം ശാന്തി ഓം ശാന്തി അവനീനാത്മബോധം ഉണർത്താൻ ആദിദേവന്റെ രഥത്തിൽ രഥിയായി അവനീനാത്മബോധം ഉണർത്താൻ ആദിദേവന്റെ രഥത്തിൽ രഥിയായി അനഘമാനതന്നകാമജ്യോതി ശിവൻ ആഴി മുത്തിലൊതുക്കും ബീജരൂപൻ അനഘമാനതന്നകാമജ്യോതി ശിവൻ ആഴി മുത്തിലൊതുക്കും ബീജരൂപൻ അമൃതം ചെയ്തോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുദിച്ചു അനങ്കരൂപം അനുപമരൂപം അഴലകറ്റുമാ പുന്തിവ്യരൂപം ഓം ശാന്തി ഓം ശാന്തി അഴകിന്റെ അഴകാം അഖിലേശ്വരന്റെ അഴകൊഴുകി ഞാന് ഗംഗയായി അഴകിന്റെ അഴകാം അഖിലേശ്വരന്റെ അഴകൊഴുകി ഞാന് ഗംഗയായി അഴലാതെ മൂടി ആ ഗംഗ ഒഴുകി ആനന്ദ സാഗരൻ ശിവനിനു അഴലാകെ മൂടി ആ ഗംഗ ഒഴുകി ആനന്ദ സാഗരൻ ശിവനിനു അമൃതം ചെയ്തോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുദിച്ചു അനങ്കരൂപം അനുപമരൂപം അഴലകറ്റുമാ പുന്തിവ്യരൂപം അമൃതം ചെയ്തോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുദിച്ചു അനങ്കരൂപം അനുപമരൂപം അഴലകറ്റുമാ പുന്തിവ്യരൂപം